Hi, hello, Nyanakila. Welcome back to Crazy Beats Boutique. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മോസ്റ്റ് അവൈറ്റഡ് കളക്ഷൻ പ്രിന്റഡ് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ജെൽ നെക്ക് കുർത്തി കളക്ഷൻ. പിന്നെ 599 ഭയങ്കര നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റിൽ വന്നിട്ടുള്ള ഒരു കട്ട് വർക്കിൻ്റെ യോക്കൊക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ സ്ലിറ്റഡ് കുർത്തി. അതിൽ 8 ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അത് കൂടാതെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സാരി കളക്ഷൻ കൂടെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് റുപ്പീസ് 899 വന്നിട്ടുള്ളൊരു അടിപൊളി ഈസിലി ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കിട്ടിലൻ കളർ കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സാരി. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാനോട്ട് ലേറ്റ് ആക്കേണ്ട. വീഡിയോയിലേക്ക് പോകും ബിഫോർ ദാറ്റ് നമ്മുടെ ബുട്ടീക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡാണ്. MG റോഡ് നിയർ രാംദാസ് തിയേറ്ററാണ് ഷോപ്പ് വരുന്നത്. തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് MG റോഡിലോട്ട് ഇറങ്ങുമ്പം രാംദാസ് തിയേറ്റർ എത്തേണ്ട അതിന് മുന്നേ സാഫ് ബാങ്ക് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വീഡിയോയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഐറ്റം മാത്രം നോക്കിയാണ് ഷോപ്പിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ സൈസൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരാം, പ്രത്യേകിച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്നവർ. അതല്ലാതെ നമ്മുടെ ബുട്ടിക്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്കമിങ് വീഡിയോസിലൊക്കെ വരാൻ പോകുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ ബുട്ടിക്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തൃശ്ശൂർ ബുട്ടിക്കിലേക്ക് വരാം. ആൻഡ് ഇപ്പോൾ ബുട്ടിക്കിൽ കിഡ്ലൻ ഡിസ്കൗണ്ട് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എബവ് 1000 ബില്ല് വരുന്നവർക്കൊക്കെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ 1000 ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ ഒരു 2500 റുപ്പീസിൻ്റെ ബില്ല് വരികയാണെങ്കിൽ 250 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. സോ അടിപൊളിയല്ലേ? അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, വേഗം തന്നെ നമ്മൾ തൃശ്ശൂർ ബുട്ടിക്കിലേക്ക് വന്നോളൂ. ബുട്ടിക്കിലെ കളക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടാം. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ, ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല, അങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഉള്ളവർ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്ത് വീഡിയോ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. സോ ആക്റ്റീവ് വ്യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കളക്ഷൻ വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജെൽ നെക്ക് കുർത്തി കളക്ഷനാണ്. വെറൈറ്റി ആയിട്ടുള്ള ജെൽ നെക്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. പ്രിന്റഡ് റയോൺ ഫാബ്രിക്കിൽ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ജെൽ നെക്ക് കുർത്തിയാണ് കേട്ടോ. എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. നല്ല ഫ്ലയേഡ് ആയിട്ടുള്ളൊരു എ ലൈൻ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ക്ലോസ് വ്യൂ നോക്കിക്കോളൂ. ഇതുപോലെ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത്. ഇതിപ്പം ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ട് അതിലേക്കാണ് പ്രിൻറ്റ് പോയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ്, ഒരു ബ്രിക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. മെറൂൺ, ബ്രിക്ക് റെഡ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു ഷെയ്ഡ്. സോ നമ്മുടെ ടിപ്പിക്കൽ ജെൽ നെക്ക് പാറ്റേൺ അറിയാലോ, ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് നെറ്റ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്, കട്ട് ബീഡ്സിൻ്റെ വർക്ക് പോയിട്ടുണ്ട്. ക്ലോസർ വ്യൂ കണ്ടല്ലോ, ഇതുപോലെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ജെൽ നെക്ക് നമുക്ക് ഒത്തിരി പീസസ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്, ജെൽ നെക്കിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡായിരിക്കും. ഇത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമുക്കിതിൽ ലൈനിങ് വരുന്നത് ഈ ഒരു ഇത്രയും പോർഷനിലാണ് കേട്ടോ ലൈനിങ് വരുന്നത്. ഇത്രയും പോർഷനിൽ അപ് ടു വേസ്റ്റ് വരെയൊക്കെ ലൈനിങ് ഉണ്ട്, താഴ്ത്തോട്ടില്ല. നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് ആണ്. ലൈനിങ് ഇല്ലാത്തതിൻ്റെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് ബാക്കിൽ തല കിടക്കാൻ വേണ്ടി നമുക്കൊരു ലൂപ്പ് ആൻഡ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, 3/4 സ്ലീവ് ആണ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല. മീഡിയം, ലാർജ്, XL, XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ. പ്രത്യേകിച്ചും ജെൽ നെക്കിൻ്റെ ഫാൻസുകാരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. കിഡിലൻ പ്രിൻറ്റഡ് ജെൽ നെക്കാണ്. സോ പ്രൈസ് വരുന്ന 845 ഓൺലി. വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. മാക്സിമം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ നോക്കുക. തീരെ വെബ്സൈറ്റ് കംഫർട്ടബിൾ അല്ലാത്തവർ മാത്രം വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻക്വയറി ചെയ്യുക. വാട്സപ്പിൽ റിപ്ലൈ ലേറ്റ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതുപോലെ ഒരു റെഡിൻ്റെ ഒരു പല ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. മെറൂൺ, ബ്രിക്ക് റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇങ്ങനെയാണ് കേട്ടോ. എഗെയിൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ആ പ്രിൻറ്റ് നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വേസ്റ്റിൽ വരെയാണ് ലൈനിങ് ഉള്ളൂ. നമ്മുടെ ടിപ്പിക്കൽ ജെൽ നെക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രിൻറ്റഡ് ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റയോൺ ഫാബ്രിക് ആണ്, സൂപ്പർ കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ചും ഇപ്പം ഭയങ്കര ചൂടുള്ള സമയമായി വരാണ്. സോ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഹോൾ ഡേ വെയർ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് റയോൺ എന്ന് പറയുന്നത്. ദെൻ സ്ലീവ് 3/4 സ്ലീവ് ആണ്. 845 ഓൺലി. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു പ്രിൻറ്റ്. ഇനി ഇതിൽ തന്നെ ഒരു ഫ്ലോറൽ കൈൻഡ് ഒരു പ്രിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജെൽ നെക്കിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രിൻറ്റ്. ഇതൊരു മോർ കൈൻഡ് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ആൻഡ് സട്ടിലായിട്ടുള്ള ഗോൾഡൻ ഫോയിൽ പ്രിൻറ്റ്സും പോയിട്ടുണ്ട്. ഒരു സെമി പാർട്ടി വെയർ റേഞ്ചിലൊക്കെ പെടുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ്. സോ ഇത് വന്നിട്ട് 2 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ബേസ് കളർ ബ്ലാക്കും ബേസ് കളർ നേവി ബ്ലൂവും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല, ഏകദേശം ഒരേപോലൊക്കെ തന്നെ ഉണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ഇത് വന്നിട്ട് ബേസ് കളർ ബ്ലാക്ക് ആണ് വരുന്നത്. അതിലേക്ക് ഫ്ലോറൽ പ്രിൻറ്റ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. മൾട്ടി കളറായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്.
ആൻഡ് സെയിം നമ്മുടെ ജ്വൽ നെക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത്. എ ലൈൻ ഫ്ലെയർ ആണ്. 46 ഇഞ്ചസ് ലെങ്ത് ആണ്. സെയിം അപ് ടു വേസ്റ്റ് വരെയാണ് ലൈനിങ് കൊടുത്തത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സിമിലർ തന്നെയാണ്. ദെൻ സ്ലീവ് വരുന്ന 3/4 സ്ലീവ്. 845 തന്നെയാണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ജസ്റ്റ് ആ പ്രിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് കാണാം. മൂന്നാണ് ബേസിൽ നേവി ബ്ലൂ വരുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കണ്ടോ, ഇതിപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ബേസ് കളർ ബ്ലാക്ക് വരുന്നതാണ്. ഇത് ബേസ് കളർ നേവി ബ്ലൂ വരുന്നത്. ഏതാണെങ്കിലും എടുത്തോളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴും ഏത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ അത്രയും ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, കണ്ടോ. ബാക്കി പ്രിൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. സോ പ്രൈസ് വരുന്നത് 845 ഓൺലി. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്, വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. വിതിൻ കേരള നിങ്ങൾക്ക് പോസ്റ്റൽ ഡെലിവറി വേണം എന്നുള്ളവർ മാത്രം എക്സ്ട്രാ ഒരു 59 റുപ്പീസ് പേ ചെയ്യേണ്ടി വരും. അല്ലാതെ DTDC പോകുന്നതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ്. ദെൻ ഔട്ട്സൈഡ് കേരള നമ്മളെല്ലാം നോർമൽ പോസ്റ്റിലായിരിക്കും വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജ്വൽ നെക്കിൽ വന്നിട്ടുള്ള പ്രിൻറ്റുകൾ. സോ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 599 കളക്ഷൻ ആണ്. അപ്പോൾ 599 കുർത്തി കാണുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഒരുപാട് നാളായി ഞാൻ പൊന്നൂസിൻ്റെ ഈ ഒരു ബോട്ടിൽ കാണിച്ചിട്ട്. 100 ml ബോട്ടിലാണ് സ്റ്റാർട്ടിങ് വരുന്നതാണിത്. എപ്പോഴും ഞാൻ 200 ml ബോട്ടിലാണ് കാണിക്കാറ് വീഡിയോയിൽ. അപ്പോൾ ഇത് വന്നിട്ട് 100 ml കുഞ്ഞു ബോട്ടിൽ സ്റ്റാർട്ടിങ് റേഞ്ചാണ്. സോ ഇത് നിങ്ങൾക്കിപ്പം എങ്ങനെയുണ്ട്, ഓയിൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ബോട്ടിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. 100 ml 200 റുപ്പീസ് ആണ് വരുന്നത്. ദെൻ 200 ml 300 ml 500 ml റേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും ടോപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഓയിൽ. ഇനി വെബ്സൈറ്റ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് വാട്സപ്പ് ത്രൂ ഓൾസോ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. വീട്ടിൽ തന്നെ കാച്ചി ഉണ്ടാക്കുന്ന നാടൻ കാച്ചി എണ്ണയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഹെർബ്സ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിലാണ് നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നത്. നാടൻ കറ്റാർവാഴ, കഞ്ഞുണ്ണി, പനിക്കൂർക്ക, അരിവേപ്പ്, കറിവേപ്പ്, മൈലാഞ്ചി, ചെമ്പരത്തി, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഹെർബ്സ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്, വീട്ടിൽ അവൈലബിൾ അല്ലാത്തത് ലൈക്ക് കരിഞ്ജീരകം, പച്ചക്കർപ്പൂരം, നെല്ലിക്ക, ഉള്ളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ കുറേ നാൾ കേടുകൂടാതിരിക്കാനുള്ള കെമിക്കൽസ് അങ്ങനെ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു 6 മാസം തുടങ്ങി എബവ് ഉള്ള എല്ലാവർക്കും, ലേഡീസ് ജെൻസ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. സേഫാണ്, വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാച്ചെണ്ണ ഉണ്ടല്ലോ, ഇപ്പം അമ്മ ഉണ്ടാക്കി തരുന്ന കാച്ചെണ്ണ അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന കാച്ചെണ്ണ, അതുപോലെ വിശ്വസിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോഴും ആ ഒരു ഫീല് കിട്ടും കേട്ടോ. അതുപോലത്തെ സ്മെല്ലാണ്. പച്ചക്കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഫ്രണ്ടിലേക്ക് വരാല്ല. അതിങ്ങനെ ആയുർവേദ മരുന്നുകളൊക്കെ ഇട്ട് കാച്ചുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ കുത്തുന്ന മണമൊന്നും ഉണ്ടാവില്ല. സോ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക. പ്രത്യേകിച്ചും ഹെയർ ഫോൾ, ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ ഫേസ് ചെയ്യുന്നവർ, എന്ത് യൂസ് ചെയ്തിട്ടും മാറുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ 100 ml ബോട്ടിലൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആത്മാർത്ഥമായിട്ട് ഒരു 1 month നമ്മൾ പറയുന്ന രീതിക്ക് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് വിസിബിളായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീക്കിലി ഒരു 3 times ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് വാം ചെയ്തിട്ട് സ്കാൽപ്പിലേക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ജെൻറ്റലായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ ഒരു 1 month വീക്കിലി ഒരു 3 times വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് വിസിബിളായിട്ട് അറിയാൻ പറ്റും. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്ന് റിവ്യൂസ് പറയുന്നുണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ഓയിലാണ് എന്നൊക്കെ. ആ ഒരു റിവ്യൂസിൻ്റെയൊക്കെ കോൺഫിഡൻസിലാണ് 2 വർഷമായിട്ട് നമ്മൾ ഇത് പിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റായിട്ട് എത്തുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിന്. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ 100 ml ബോട്ടിലെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോട്ടിൽ പർച്ചേസ് ചെയ്യാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് കേട്ടോ. യോക്കിലേക്ക് നല്ലൊരു കട്ട് വർക്കിൻ്റെ എംബ്രോയിഡറി പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അധികം ആർഭാടങ്ങളും അങ്ങനെ കട്ട് ബീഡ്സും മിറർ വർക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ ഇതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത. നമുക്കൊരു ഓഫീസ് വെയർ അല്ലെങ്കിൽ ഒരു ഡെയിലി വെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കുർത്തിയായിരിക്കും ഇത്. 599 ഉള്ളൂ. എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി പാച്ചും യോക്കിലേക്ക് വരുന്നുണ്ട്. സ്ലിറ്റഡ് കുർത്തിയാണ്, വിത്ത് ലൈനിങ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് വരുന്നത് ഡുപ്യോൺ സിൽക്ക് ആണ് കേട്ടോ. ഡുപ്യോൺ സിൽക്ക് കുർത്തീസ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റി ആൻഡ് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഷൈനിങ്ങും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫാബ്രിക്കാണ്. നമ്മളിതാ ഇത്രയും ഷെയ്ഡ്സിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ വാർഡ്രോബിൽ ഇല്ലാത്ത ഷെയ്ഡ്സ് നോക്കി വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഇതുപോലെയാണ് എംബ്രോയിഡറി പാച്ച് വരുന്നത്. ഇത് ഫുൾ കണ്ടോ, കട്ട് വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് സെൻറ്ററിലായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് പോലെയും
വരുന്നുണ്ട്. നല്ലൊരു എംബ്രോയിഡറി പാച്ചാണ്, ക്ലാസിക് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. 599 ഓൺലി. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല. സീ ത്രൂ ആയിട്ടുള്ള ഫാബ്രിക് ഒന്നുമല്ല കേട്ടോ. 46 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. നെക്കാണെങ്കിലൊക്കെ നല്ല വൈഡായിട്ട് ആവശ്യത്തിന് ഇറക്കത്തിലൊക്കെ തന്നെയാണ് നെക്ക് ചെയ്തിട്ടുള്ളത്. സോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഇത് വരുന്നത്. നമുക്ക് അടുത്ത ഷെയ്ഡ്സ് വേഗം വേഗം കാണാം കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആൻഡ് മെറൂൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡാണ്. ആ ഒരു എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ എല്ലാ കളേഴ്സിലും സെയിം ആണ്. അതായത് നമ്മുടെ കുർത്തിയുടെ ബോഡി ഷെയ്ഡ് മാത്രമേ മാറുന്നുള്ളൂ. എംബ്രോയിഡറി വരുന്ന ഷെയ്ഡ് എല്ലാത്തിലും ഇതുപോലൊരു പീച്ച് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു എംബ്രോയിഡറി പാച്ചാണ് യോക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കട്ട് വർക്കാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ജസ്റ്റ് 599 ഉള്ളൂ ഈ ഒരു കുർത്തിക്ക്. ഈ ഒരു പീച്ച് കളർ ബോട്ടം ദുപ്പട്ട ഒക്കെ വെച്ച് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരും. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡർ പർപ്പിൾ എന്നും പറയാം, ഒരു പേസ്റ്റൽ പർപ്പിൾ എന്നും പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ലാവൻഡർ വേറെ വരുന്നുണ്ട്. ഇതൊരു ലാവൻഡർ പർപ്പിൾ ഷെയ്ഡ്, ലാവൻഡറും പർപ്പിളും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ജസ്റ്റ് 599 ഓൺലി. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. എന്നിട്ട് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. പിസ്ത ഗ്രീനിലേക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ ഒരു എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ. സോ നമുക്ക് ഈവൻ റെഡ് ഓർ ആ ഒരു പീച്ച് കളർ ബോട്ടം ദുപ്പട്ടൊക്കെ വെച്ച് പെയർ ചെയ്യാം. രണ്ടും പിസ്ത ഗ്രീൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻസ് ആയിരിക്കും. 599 ഓൺലി. അടുത്ത് വന്നിട്ട് ഒരു ടീൽ ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ ആണ്. ആ ഒരു ഫാബ്രിക്കിലേക്ക് ടീൽ ബ്ലൂ വരുമ്പോഴത്തേക്ക് നല്ലൊരു രസമുണ്ട്. അത് ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൻഡ് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എംബ്രോയിഡറി കോമ്പിനേഷനും നന്നായിട്ട് പോകുന്നുണ്ട്. 599 ഓൺലി. വന്നിട്ട് ഒരു പീച്ച് കളറാണ്. നമ്മുടെ കനകാംബരത്തിൻ്റെ ഒക്കെ ഒരു പീച്ച് ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റയർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡൊന്നും അധികം അങ്ങനെ എല്ലാവരുടെ വാർഡ്രോബിലും ഉണ്ടാവില്ല. ഈ ഒരു പീച്ച് കളറൊക്കെ, പീച്ചിൻ്റെ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ കനകാംബരത്തിൻ്റെ ആ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ്. അടുത്തത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഗ്രാം ഷെയ്ഡ്, ചെറുപയർ പച്ചയുടെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോ, ഇതുപോലെയാണ്. 599 ഓൺലി. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ പീച്ച് കോമ്പിനേഷൻ നല്ലതായിരിക്കും കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രാം ഷെയ്ഡാണ് ഇത് വരുന്നത്. ഷെയ്ഡ് വരുന്നത് പക്ക ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ക്ലോസ് വ്യൂ നോക്കിക്കോളൂ. പ്യോർ ലാവൻഡർ ഷെയ്ഡാണ് ഇത് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 599 ഓൺലി. വേഗം തന്നെ പർച്ചേസ് ചെയ്തു. 899 പ്രൈസിന് സിൽക്ക് സാരീസ് ഒക്കെ ഡ്രേപ്പ് ചെയ്താൽ കിട്ടുന്നൊരു ലുക്ക് കിട്ടിയാലോ. നല്ല രസമുള്ളൊരു സാരിയാണ് കേട്ടോ. ബാട്ടിക് പ്രിൻറ്റഡ് ഡോളാർ സിൽക്ക് സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോളാർ സിൽക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രേപ്പ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫാബ്രിക്കാണ്. ഈവൻ സാരി ഡ്രേപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കാണ് ആൻഡ് വിത്ത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ജെറി ബോർഡറാണ് സാരിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എലഗൻറ്റ് ലുക്കായിരിക്കും കേട്ടോ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല രസമാണ്. സിംഗിൾ പ്ലീറ്റ് ആണെങ്കിലും പ്ലീറ്റഡ് ആണെങ്കിലും രണ്ടിലും അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് അല്ല. നമുക്ക് സാരി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ചെറുപയർ പച്ച ആൻഡ് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത്. ആൻഡ് വൺ സൈഡ് ചെറിയ ബോർഡറാണ് സാരിക്ക് വരുന്നത്, അതർ സൈഡ് വിട്ട് കൂടിയ ബോർഡറാണ്. അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ്. ഒരു സിൽക്ക് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്താൽ കിട്ടുന്നൊരു ലുക്ക് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരിക. ഇതുപോലെ തന്നെയാണ് ബോർഡർ വരുന്നത്. വീതി കുറഞ്ഞ ബോർഡറും ഉണ്ട്, വീതി കൂടിയ ബോർഡറും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിലേക്ക് ഏത് കൈൻഡ് ബോർഡറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് സാരിയുടെ പല്ലു വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ബട്ടിക് സ്റ്റൈലിൽ തന്നെ വരുന്നൊരു പല്ലുവാണ് സാരിക്ക് വരുന്നത്. സോ ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഈ ഒരു സാരിയിൽ. അപ്പോൾ ഇത് വരുന്ന ഒരു ഗ്രീൻ, ഒരു ചെറുപയർ പച്ച ആൻഡ് ഒരു ഡാർക്ക് വൈൻ കോമ്പിനേഷനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സിംഗിൾ പ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ലുക്ക് വരുന്നത്. സിംഗിൾ പ്ലീറ്റ് ആണെങ്കിലും പ്ലീറ്റഡ് ആണെങ്കിലും രണ്ടിലും നല്ല അടിപൊളി സ്റ്റണ്ണിങ് ലുക്കായിരിക്കും ഒരു സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. സോ ഇതുപോലെയാണ് നമ്മുടെ സാരി വരുന്നത്. ഓൾ ഓവർ ഒരു സാരി ലൈനിങ്സ് പോകുന്നുണ്ട് കേട്ടോ സാരിയിൽ. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വാഷബിൾ ആണ്. വാഷ് ചെയ്താലൊന്നും ആ ഒരു പ്രിൻ്റൊന്നും പോവില്ല. സോ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ഷെയ്ഡ്സ് കണ്ടാലോ. നമുക്ക് 8 ഷെയ്ഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 899 മാത്രമേ പ്രൈസ് ഉള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ ആൻഡ് ഡാർക്ക് വൈൻ കോമ്പിനേഷൻ തന്നെയാണ്. ദെൻ അടുത്തത് വന്നിട്ട് നല്ലൊരു വയലറ്റ് ആൻഡ് ഒരു ഡാർക്ക് പിങ്ക് കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. വൺ സൈഡ് വീതി കുറഞ്ഞ ബോർഡറാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള സെറി ബോർഡറാണ് സാരിക്ക് വരുന്നത്.
ഇതുപോലെയാണ് കണ്ടോ ബോർഡർ പോകുന്നത്. ആൻഡ് ഓൾ ഓവർ സാരിയിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈപ്സ് പോയിട്ടുണ്ട് കേട്ടോ, സെറി സ്ട്രൈപ്സ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു 899 റേഞ്ചിന് എന്തായാലും നല്ല വർത്ത് ആയിട്ടുള്ളൊരു സാരിയാണ്. ഒരു വയലറ്റ് ആൻഡ് പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് കോമ്പിനേഷനാണ് അടുത്തത് വരുന്നത്. ആൻഡ് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ചുമ്മാ ഇതിൻ്റെ പിക്ക് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നൊരു ഷെയ്ഡാണ് ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല റെയർ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. യെല്ലോ ആൻഡ് ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷനാണ് കേട്ടോ ഇത് വരുന്നത്. സോ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. ഈ സാരീസ് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. സോ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്തത് വന്നിട്ടൊരു പിങ്ക് ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് കേട്ടോ. ബോഡിയിലേക്ക് പിങ്കും ബോർഡർ വരുമ്പോഴത്തേക്ക് ഒരു വയലറ്റ് ബോർഡറാണ് വരുന്നത്. സോ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ തന്നെ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ബോർഡർ ഇതുപോലെ ആയിരിക്കും വരാം കേട്ടോ. ഓക്കെ, ഇതുപോലെയാണ് അടുത്ത കളർ വരുന്നത്. ആൻഡ് അടുത്തത് വന്നിട്ട് ഗ്രേ ഷെയ്ഡാണ്. ഒരു ഡാർക്ക് ഗ്രേ വിത്ത് ഡാർക്ക് മെറൂൺ കോമ്പിനേഷനാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, ഗ്രേ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. അടുത്തത് വന്നിട്ട് ഒരു സഫയർ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. 899 ഓൺലി, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ട്രഡീഷണൽ കളർ ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷനാണ്. ഡാർക്ക് ഗ്രീൻ ആണ് വിത്ത് പിങ്ക് ബോർഡേഴ്സാണ് വരുന്നത്. എല്ലാം നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. വൺ സൈഡ് വിത്ത് കൂടിയ ബോർഡറും അതർ സൈഡ് വിത്ത് കുറഞ്ഞിട്ടാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് കളർ കോമ്പിനേഷൻ നേവി ബ്ലൂ വിത്ത് ഒരു ഡാർക്ക് മെറൂൺ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാം ഡോള സിൽക്ക് ഫാബ്രിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ഈസിലി നമുക്ക് ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. 899 ഓൺലി. സോ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വാട്സ്ആപ്പ് നമ്പേഴ്സിലേക്ക് എൻക്വയറി ചെയ്താൽ കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കുക. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐറ്റം ചെക്ക് ചെയ്യുന്ന ഒരു 1 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് ഇനി എന്തെങ്കിലും ഡാമേജസ്, ഡിഫക്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുന്നേ തന്നെ അതുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആവശ്യമായിട്ട് വരാം. സോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഓരോ ഐറ്റം റിസീവ് ചെയ്യുന്ന സമയത്തും ഓപ്പണിംഗ് വീഡിയോ എടുത്ത് തന്നെ പാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. എപ്പോഴാണ് നമുക്കത് യൂസ്ഫുൾ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ അത്രയല്ലേ ഉള്ളൂ. ഒരു 1 മിനിറ്റിൻ്റെ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുത്ത് വയ്ക്കുക കേട്ടോ. സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 വാട്സ്ആപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനകത്ത് എൻക്വയറി ചെയ്യാം. നിങ്ങളുടെ സൈസിലുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മേഖല സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.